വിശുദ്ധമായ ഹജ്ജ് കർമ്മം കഴിഞ്ഞ് നമ്മുടെ നാട്ടിലെത്തുന്ന പ്രിയപ്പെട്ട ഹാജിമാർക്ക് വേണ്ടി പ്രത്യേകമായി ഭക്ഷണം ഒരുക്കി കൊടുക്കലും അവർക്ക് വേണ്ടി ദുആ ചെയ്തു കൊടുക്കലും അവരെ പൂർണ്ണമായും സന്തോഷിപ്പിക്കൽ പ്രത്യേകം സുന്നത്താണെന്ന് നമ്മുടെ നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും മറ്റു മഹാന്മാരും നമ്മെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇമാം ഖത്തീബ് ശിർബിനി തങ്ങളുടെ മുഗ്നിയിലും ഇമാം റംലി തങ്ങളുടെ നിഹായിലും രേഖപ്പെടുത്തിയത് കാണാം. വതസന്നു നക്കിഅതു വഹിയ തുആമുൻ യുഅ്മലു ലിഖുദൂമിൽ മുസാഫിരി. ഹജ്ജ് പോലത്തെ ദീർഘയാത്ര കഴിഞ്ഞു വരുന്ന യാത്രക്കാർക്ക് വേണ്ടി പ്രത്യേകമായി ഭക്ഷണം ഒരുക്കി കൊടുക്കൽ സുന്നത്താണ്. അതിന്റെ പേര് നക്കിഅത്ത് എന്നാണ്. മാത്രമല്ല ഇമാം തബറാൻ എവിടുത്തെ മുഅ്ജമുൽ ഔസത്തിലും ഇമാം ബൈഹഖി എവിടുത്തെ സുനനുൽ കുബ്രയിൽ രേഖപ്പെടുത്തിയ ഹദീസുകളിലായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബാബു ദുആ ലിൽ ഹാജി, ഹജ്ജ് കഴിഞ്ഞു വരുന്ന ഹാജിമാർക്ക് പ്രത്യേകമായി ദുആ ചെയ്തു കൊടുക്കേണ്ട ദുആ എന്ന രൂപത്തിൽ പരിചയപ്പെടുത്തിയത് കാണാം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ ഹാജി വലിമൻ ഇസ്തഗ്ഫറ ലഹുൽ ഹാജ്. അഥവാ അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ ഹാജി വലിമൻ ഇസ്തഗ്ഫറ ലഹുൽ ഹാജ് എന്ന രൂപത്തിൽ ഈ പ്രത്യേകമായ രൂപത്തിൽ ഹജ്ജ് ചെയ്ത് നമ്മുടെ നാട്ടിലെത്തുന്ന പ്രിയപ്പെട്ട ഹാജിമാർക്ക് വേണ്ടി ദുആ ചെയ്തു കൊടുക്കൽ സുന്നത്താണ്. അവർക്ക് ഭക്ഷണം ഒരുക്കി കൊടുക്കൽ സുന്നത്താണ്. അങ്ങനെ അവരെ സന്തോഷിപ്പിക്കുക.